ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്കേവർക്കും ഗാഡ്ജറ്റ് ടൈമിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ ഷവോമി മിഷ്യ എന്ന കാർ DVR ആണ് പരിചയപ്പെടാൻ പോകുന്നത്. എന്തിനായിരിക്കും കാർ DVR ഉപയോഗിക്കുന്നത്? സ്വന്തമായി കാർ പോലെയുള്ള ഒരു വാഹനമുള്ള വ്യക്തിക്ക് കാർ DVR ഉപയോഗിക്കുന്നതുകൊണ്ട് 3 ഗുണങ്ങളുണ്ട്. ഒന്ന്, കാർ DVR ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ വാഹനം സഞ്ചരിക്കുന്ന ആ ദിശയിലുള്ള രംഗങ്ങൾ എല്ലാം തന്നെ റെക്കോർഡ് ചെയ്തെടുക്കാം. ഓരോ മിനിറ്റും ഇടവിട്ട് ഇത് റെക്കോർഡിംഗ് ചെയ്തുകൊണ്ടിരിക്കും. രണ്ടാമത്തെ ഗുണം, നമ്മുടെ വാഹനം ഒരു അപകടത്തിൽപ്പെടുന്ന ഒരു അവസ്ഥയിൽ നമ്മുടെ വാഹനം മറ്റൊരു വാഹനവുമായി മുട്ടുകയോ ആ വാഹനം നമ്മുടെ വാഹനത്തിൽ വന്ന് മുട്ടുകയോ ചെയ്യുകയാണെങ്കിൽ കാർ DVRൽ G സെൻസർ അഥവാ ഗ്രാവിറ്റി സെൻസർ ഉള്ളതുകൊണ്ട് അത് ഓട്ടോമാറ്റിക്കായിട്ട് റെക്കോർഡിംഗ് ആരംഭിക്കും. നോക്കുക, ഞാൻ ഷെയ്ക്ക് ചെയ്തപ്പോൾ തന്നെ ഇത് ഓട്ടോമാറ്റിക് റെക്കോർഡിംഗ് ആരംഭിച്ചു കഴിഞ്ഞു. ഇതുപോലെ നമ്മുടെ വാഹനം മറ്റൊരു വാഹനവുമായി മുട്ടുന്ന അവസ്ഥയിൽ തന്നെ റെക്കോർഡിംഗ് ചെയ്ത് ആ രംഗം നമുക്ക് ഒരു തെളിവായിട്ട് ഹാജരാക്കാൻ ഈ കാർ DVR ഉപയോഗിക്കുന്നതുകൊണ്ട് സാധിക്കും. 3, നമ്മുടെ വാഹനം എവിടെയെങ്കിലുമൊക്കെ പാർക്ക് ചെയ്തിടുമ്പോൾ ചില കുരുത്തം കെട്ടവന്മാർ നമുക്ക് ചില പണി തരാറുണ്ട്. അവരുടെ കയ്യിലിരിക്കുന്ന എന്തെങ്കിലും കമ്പി കഷ്ണോ അല്ലെങ്കിൽ കീ ചെയിനൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മുടെ വാഹനത്തിന് മുന്നിൽ വരച്ചിടുന്നൊരു പതിവുണ്ട്. നമുക്ക് 10,000 രൂപ അതുകൊണ്ട് ചിലവാകും. അപ്പോൾ ഇങ്ങനൊരു കാർ DVR നമ്മുടെ വാഹനത്തിലുണ്ടെങ്കിൽ ഓരോ മിനിറ്റും രംഗം റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇത് ആരാണ് ചെയ്തതെന്ന് നമുക്ക് അറിയാൻ ഈ ഒരു കാർ DVR ഉപയോഗിക്കാം. ഷവോമി മിഷ്യ എന്ന ഈ കാർ DVR ഇപ്പോൾ ഇന്ത്യയിൽ ലഭ്യമല്ല. 3,400 രൂപയോളമാണ് ഇതിൻ്റെ വില. Banggood.com എന്ന ചൈനീസ് ഇ-കൊമേഴ്സ് വെബ്സൈറ്റിൽ നിന്നുമാണ് ഞാനിത് പർച്ചേസ് ചെയ്തത്. ഷവോമി മിഷ്യ എന്ന ഈ കാർ DVR ഇത് ഈ അടുത്ത കാലത്ത് ഇറങ്ങിയിട്ടുള്ളൂ. ഇതിൻ്റെ പ്രത്യേകത, നമുക്ക് നമ്മുടെ മൊബൈലിൽ ഷവോമിയുടെ MI ഹോം എന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്താൽ ഈ കാർ DVR കാണുന്ന രംഗങ്ങൾ നമുക്ക് അപ്പോൾ തന്നെ നമ്മുടെ മൊബൈലിൽ വേണമെങ്കിൽ കണ്ടുകൊണ്ടിരിക്കാം. ഒപ്പം അത് ഡൗൺലോഡ് ചെയ്ത് എടുക്കുകയും ചെയ്യാം. ഓട്ടോമാറ്റിക്കായിട്ട് ഓരോ മിനിറ്റ് കൂടുന്തോറും റെക്കോർഡ് ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഷവോമി മിഷ്യ എന്ന ഈ കാർ DVRലുള്ളത്. അപ്പോൾ നമുക്ക് ഈ കാർ DVR എങ്ങനെ ഉപയോഗിക്കാമെന്ന് ഇതിൻ്റെ സെറ്റിങ്സുകളും ഒന്ന് പരിചയപ്പെടാം. 160 ഡിഗ്രി വൈഡ് ആംഗിൾ ലെൻസുള്ള ഫുൾ HD റെസൊല്യൂഷനുള്ള ഒരു ഹൈ ക്വാളിറ്റി ഡാഷ് ക്യാമറയാണ് ഷവോമി മിഷ്യ. സോണിയുടെ IMX322 CMOS ഇമേജ് സെൻസർ ഉപയോഗിക്കുന്നതിനാലാണ് അത്രയും മികച്ച ഔട്ട്പുട്ട് ഇതിലൂടെ ലഭിക്കുന്നത്. 32 GB SD കാർഡ് സപ്പോർട്ടുള്ള ഈ ക്യാമറ ലൂപ്പ് സൈക്കിൾ മെത്തേഡ് ഉപയോഗിക്കുന്നതിനാൽ നിശ്ചിത പരിധി കഴിഞ്ഞാൽ മെമ്മറി കാർഡിലെ ഫയലുകൾ ആട്ടോ ഡിലീറ്റ് ആകുന്നു. അതിനാൽ സ്പേസിനെ കുറിച്ചുള്ള വേവലാതി വേണ്ട. പാക്കേജ് തുറക്കുമ്പോൾ ഡാഷ് കാം കൂടാതെ ചാർജിങ്ങിനുള്ള ക്യാമറ, ഡാഷിലൊട്ടിക്കാനുള്ള സ്റ്റിക്കറും സ്റ്റാൻഡും ഒരു കാർ ചാർജറും കാണാം. mAh ബാറ്ററിയാണ് ഇതിലുള്ളത്. അതിനാൽ സുഗമമായ പ്രവർത്തനത്തിന് കാർ ചാർജർ കാറിലെ DC സോക്കറ്റിൽ കണക്ട് ചെയ്ത് അതിൽ നിന്നും ഒപ്പം തന്നിരിക്കുന്ന വളരെ നീളമുള്ള USB കേബിൾ ഉപയോഗിച്ച് ക്യാമറ ഡാഷിൽ ഫിറ്റ് ചെയ്ത് ചാർജ് ചെയ്യാം. ചൂട് കൂടുതൽ ഉള്ള പ്രതലങ്ങളിൽ ഒട്ടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് 2 ടെമ്പറേച്ചർ റെസിസ്റ്റന്റ് ഗ്ലൂവും തരുന്നുണ്ട്. സൈഡിലായി USB കേബിൾ കണക്ട് ചെയ്യാം. അതിനടുത്ത് തന്നെയുള്ള ഹോളിലേക്കാണ് ഡാഷിൽ ഉറപ്പിക്കാനുള്ള സ്റ്റാൻഡ് കണക്ട് ചെയ്യേണ്ടത്. തൊട്ടടുത്തായി പവർ ബട്ടണും സൈഡിലായി SD കാർഡ് ഇടാനുള്ള പോർട്ടും കാണാം. ഇനി പവർ സ്വിച്ച് അമർത്തി നോക്കാം. ആദ്യമായി ഓണാക്കുമ്പോൾ ഇതുപോലെ നിർദ്ദേശങ്ങൾ കാണിക്കും. പക്ഷേ എല്ലാം ചൈനീസ് ലാംഗ്വേജ് ആണ് എന്ന് മാത്രം. ഒരുവിധം വളരെ പാടുപെട്ട് ഞാനതൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. തുടക്കത്തിൽ എല്ലാം നെക്സ്റ്റ് കൊടുത്തു പോയാൽ മതി. അതിനായി വലതുവശത്തേക്കുള്ള ആരോയുടെ താഴെ ഡോട്ട് കാണുന്നതിൽ ടച്ച് ചെയ്യുക. 3 ഇഞ്ചിന്റെ TFT ഡിസ്പ്ലേയുള്ള ഇത് ടച്ച് സ്ക്രീൻ ഡിസ്പ്ലേ അല്ല. തുടർന്ന്
ആരോ സിമ്പൽ കാണിക്കുന്നതിനും പ്ലസ് മൈനസ് ചിഹ്നങ്ങൾ കാണിക്കുന്നതിന് താഴെയുമുള്ള ഡോട്ടുകളിൽ ടച്ച് ചെയ്ത് തീയതി സെറ്റ് ചെയ്യാം. സെറ്റിംഗ്സ് ഫിനിഷ് ആയി കഴിയുമ്പോൾ ഇതുപോലെയായിരിക്കും ഡിസ്പ്ലേ കാണുക. താഴെ 4 ഐക്കണുകൾ. ആദ്യത്തേത് റെക്കോർഡ് ആകുമ്പോൾ വോയിസ് വേണ്ട എങ്കിൽ അത് ഡിസേബിൾ ചെയ്യാനും എനേബിൾ ചെയ്യാനും ഉപയോഗിക്കാം. രണ്ടാമത്തേത് വൈഫൈ ആണ്. മൊബൈൽ ആപ്പ് കണക്ട് ചെയ്യാൻ വൈഫൈയുടെ പാസ്വേഡ് അവിടെ കാണാം. മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് വൈഫൈ സഹായത്തോടെ ഇതിലെ ദൃശ്യങ്ങൾ തത്സമയം കാണാനും അത് ഡൗൺലോഡ് ചെയ്ത് മൊബൈലിലാക്കാനും സാധിക്കുന്നു. മെനുവിൽ ആദ്യത്തേത് എമർജന്റ് വീഡിയോ എന്നും രണ്ടാമത്തേത് റെഗുലർ വീഡിയോ എന്നതുമാണ്. നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന വീഡിയോകൾ റെഗുലർ വീഡിയോ എന്നതിലും എമർജന്റ് എന്നതിൽ വാഹനം ഷേക്ക് ചെയ്യുമ്പോഴോ മറ്റോ ഉണ്ടാകുന്ന വീഡിയോകളും കാണാം. വീഡിയോകൾ ഇതിലൂടെയും പ്ലേ ചെയ്യാനും ശബ്ദം കേൾക്കാനും സാധിക്കും. ആരോ കീ ഉപയോഗിച്ച് നമുക്ക് ഫയലുകൾ ഇതുപോലെ സെലക്ട് ചെയ്ത് പ്ലേ ചെയ്യാം. ഇനി നമുക്ക് മെനുവിന്റെ ട്രാൻസ്ലേഷൻസ് ഒന്ന് പരിചയപ്പെട്ടേക്കാം. ചിലപ്പോൾ അത് ആവശ്യം വന്നാലോ. 3500 രൂപയ്ക്കടുത്താണ് Banggood.com ഇതിന്റെ വില. നല്ല കളർ ക്വാളിറ്റിയുള്ള വിഷ്വലുകളാണ് ഷവോമി മിഷ്യ നമുക്ക് തരുന്നത്. ഡേ ലൈറ്റിലും രാത്രിയിലും റെക്കോർഡ് ചെയ്ത വിഷ്വലുകൾ ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് കാണാവുന്നതാണ്.
എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്ന പ്രിയ കൂട്ടുകാരറിയാൻ ചില കാര്യങ്ങൾ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും അപ്പോൾ തന്നെ നിങ്ങൾക്ക് മൊബൈലിലൂടെ അറിയാൻ കഴിയും. അതിനായി ഈ വീഡിയോയുടെ താഴെയുള്ള സബ്സ്ക്രൈബ് എന്ന ചുവന്ന ലെറ്ററിൽ അമർത്തിയ ശേഷം ബെല്ലിൻ്റെ ചിഹ്നത്തിലും അമർത്തുക. വീഡിയോയുടെ തലക്കെട്ട് എഴുതിയിരിക്കുന്നതിന് നേരെയുള്ള ആരോയിൽ അമർത്തിയാൽ ആ വീഡിയോയിലെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഇതുപോലെ കാണാൻ സാധിക്കും. തൊട്ടു താഴെ വലത്തോട്ടുള്ള ഒരു ആരോ സിമ്പൽ കാണാം. അതമർത്തിയാൽ ഫേസ്ബുക്ക്, വാട്സാപ്പ് തുടങ്ങിയവയുടെ ഐക്കൺ കാണാം. ഫേസ്ബുക്ക് ഐക്കൺ സെലക്ട് ചെയ്താൽ നമുക്ക് ഒരു ബോക്സ് കാണാനാവും. ആ ബോക്സിൽ പോസ്റ്റ് എന്നത് അമർത്തിയാൽ നിങ്ങളുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിലേക്ക് അത് ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ വാട്സാപ്പിലും ഷെയർ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടവർക്ക് ലൈക്ക് ചെയ്യാം. ഉപകാരപ്രദമല്ല എന്ന് തോന്നിയാൽ മടിക്കാതെ അൺലൈക്കും അടിക്കുക. സ്നേഹപൂർവ്വം, ഞാൻ രതീഷ് ശർമ്മ.